നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ ബൈക്ക് ഒന്ന് പോളിഷ് ചെയ്ത് പോകണം. വണ്ടിയുടെ കോലം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മൺകാടൊക്കെ ആണെങ്കിലും ഫ്രണ്ട് മൺകാടാണെങ്കിലും മൊത്തം ഫുള്ളായിട്ട് പെയിൻ്റ് എല്ലാം മങ്ങിയായിരിക്കുന്നത്. ഹെഡ്ലൈറ്റും കാര്യം പിന്നെ പറയണ്ട, ഫുള്ള് ചില പിടിച്ച് മങ്ങിപ്പോയി. പിന്നെ ടാങ്ക് അതൊന്നും വലിയ കുഴപ്പമില്ല. മെറ്റൽ വരുന്ന ഭാഗങ്ങളെല്ലാം വലിയ കുഴപ്പമില്ലായിരിക്കുന്നത്. ഈ ഫൈബറിൻ്റെ പാർട്സ് വരുന്നതെല്ലാം നല്ലോണം മങ്ങിയല്ലേ ഇരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല സാധനമാണ്. നമുക്കത് എങ്ങനെ ഉണ്ടെന്നൊന്ന് ചെയ്ത് നോക്കാം. അതിന് മുമ്പായിട്ട് വണ്ടി ഒന്ന് ശരിക്കും ഒന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് ചെളി കംപ്ലീറ്റ് എല്ലാം ഒന്ന് പോകണം, പൊടിയെല്ലാം ഒന്ന് പോകണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ പോളിഷ് ചെയ്യുന്ന സമയത്ത് പൊടിയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രാച്ച് ആകാൻ ചാൻസ് പോകും. നമുക്ക് മൊത്തം ഒന്ന് കഴുകിയിട്ടും വരും. പിന്നെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് പിന്നെ പോളിഷ് ചെയ്യേണ്ടത്. A few moments later. നമ്മളിന്ന് എടുത്തേക്കുന്നത് 3Mൻ്റെ മാക്സ് കോട്ടിംഗ് ആണ്. ഏകദേശം ഒരു 130 രൂപ 140 രൂപ വില വരും. നമുക്ക് ആ ഫ്രണ്ട് മൺകാട് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ഫുള്ള് മങ്ങിയിരിക്കുന്നതായതുകൊണ്ട് അത് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. കുറച്ച് കോട്ടൺ വേസ്റ്റ് എടുക്കണം. കോട്ടൺ വേസ്റ്റ് വെച്ച് വേണം. നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്നുള്ളൂ, മിഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഫുള്ളായിട്ട് നല്ലപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത്രയും ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വ്യത്യാസം കണ്ടില്ലേ. അപ്പോൾ അത് ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും നല്ല പുതിയതുപോലെ തന്നെ അങ്ങനെ വലിയ നമുക്കൊന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം. നല്ലപോലെ പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ടും തൂത്തെടുക്കാനായിട്ട് വേറെ നല്ലൊരു വേസ്റ്റ് ഇട്ട് വേണം തൂക്കാനായിട്ട്. അപ്പം നല്ലൊരു വേറെ ഒരു വേസ്റ്റ് ഇട്ട് വേണം തൂക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ ആ ചെയ്ത ഭാഗം ചെയ്യാത്തതായിട്ടുള്ള ആ ഒരു വ്യത്യാസം കണ്ടില്ലേ. നല്ല ക്ലിയർ ആയിട്ടുണ്ട് നമ്മൾ ചെയ്ത ഭാഗം. അപ്പോൾ ബാക്കി നമ്മളൊന്ന് ചെയ്ത് നോക്കാമെന്നല്ല, എന്തായാലും അത് പുതിയ പോലെ തന്നെ ആവും. അപ്പോൾ ബാക്കി കൊണ്ട് ചെയ്തിട്ട് വരാം. വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമ്മളിടുന്ന പുതിയ വീഡിയോ എല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനായിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെയ്തിട്ടും വരാം.